തങ്കക്കുട്ട സിംഗക്കുട്ട തമിഴ് പെണ്ണിൻ കണ്ണനല്ലേ സിന്ധു പാട്ടിൻ സന്തം പോലെ വന്ന് സ്വന്തമാകുകില്ലേ. ഇതാണ് ഫസ്റ്റ് സോങ്. ജോണി ആന്റണിയുടെ സിനിമയാണ്. ജോണി ആന്റണി ദിലീപ് കൂട്ടുകെട്ട് വരുന്ന സമയത്ത് ഭയങ്കര ഒരുപാട് കോമഡികളൊക്കെ ഉണ്ടാവും. ഈ പാട്ട് ഒരുപാട് നല്ല സിറ്റുവേഷനിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. നമ്മുടെ ശബ്ദം, അതും ഫസ്റ്റ് സോങ് തന്നെ ദിലീപായിട്ടാണ് അഭിനയിക്കുന്നത്. സോ യു ആർ ഓൾ എക്സൈറ്റഡ്, ഒന്നാമത്തെ കാര്യം. പിന്നെ നല്ല ഇത് ഇത്തരത്തിലുള്ള പാട്ടുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആക്ച്വലി വിദ്യാസാഗർ സർ ഈസ് ജീനിയസ്. അദ്ദേഹം ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ എലോങ് വിത്ത് ദ മെലഡി, ഇപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ സ്ട്രെസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് അപ്ലൈ ചെയ്യുന്നത് ആ പാട്ടിനെ എങ്ങനെ ഹിറ്റാക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അദ്ദേഹം ആഡ് ചെയ്യും. ഇപ്പോൾ ഇതിൽ തന്നെ ഒരു ജിബറിഷ് ഉണ്ട്, ടോയിൻ തൊട്ട ടോയിൻ തൊട്ട ടോയിൻ ടോയിൻ. കൊച്ചു കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് കുട്ടികളെ മനസ്സിൽ ദിലീപേട്ടൻ്റെ സിനിമ തന്നെ പൊതുവെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പടങ്ങളാണ്. അതിൽ തന്നെ ഇങ്ങനത്തെ ചെറിയ യൂസേജസ് വരുമ്പോൾ അവർ പെട്ടെന്ന് ഏറ്റെടുക്കും. അപ്പോൾ ഇതും കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ തന്നെ മറ്റേ പാട്ടും, മുന്തിരി പാടം പൂത്ത് നിക്കണ മുറ്റത്ത് കൊണ്ടുപോവാം, അതിലും മാ പാനി 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 ദവദൾസാനി. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ഇൻക്ലൂഷൻസ് അദ്ദേഹം പേർപ്പസ്ഫുള്ളി ആഡ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ദ സോങ് റീച്ചസ് പീപ്പിൾ വെരി ഫാസ്റ്റ്. അതുകൊണ്ട് വർക്ക് ചെയ്തൊരു ബ്രില്യൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഇരട്ടി മധുരം അല്ലെങ്കിൽ സന്തോഷം എന്ന രീതിയിൽ നമ്മുടെ ചാനലിൽ തന്നെ ഇന്ത്യൻ മ്യൂസിക് ലീഗ്, ഹോപ്പ്ഫുള്ളി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മ്യൂസിക് ഷോസ് ഇൻ ഇന്ത്യ. അപ്പോൾ അതിൽ അദ്ദേഹമാണ് ചീഫ് ജൂറി. ഞങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് ഡെയിലി സാറിൻ്റെ കൂടി ഇരിക്കുമ്പോൾ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ബിക്കോസ് ഹൗ ഹി അനലൈസസ് എവറി സിംഗർ. ബിക്കോസ് നമ്മൾ ഈ ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിലൊരു റിയാലിറ്റി ഷോസ് പോലെ കണ്ടുമടുത്ത മറ്റേ അവിടെ അത് ശരിയായില്ല അത് ശരിയില്ല അങ്ങനത്തെ നോ ജഡ്ജ്മെൻറ്റ്സ്. ഹി ഗീവ്സ് വെരി പ്രാക്ടിക്കൽ ജഡ്ജ്മെൻറ്റ്സ്. അതായത് നമ്മുടെ സിംഗിങ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഹൗ ടു പ്രസൻറ്റ് യുവർ സെൽഫ് ബെറ്റർ ഓൺ സ്റ്റേജ്. അതാണ് ചിത്ര ചേച്ചി ആയാലും വിദ്യാജി ആയാലും ഇതിൽ മോർ ഫോക്കസ് നൽകുന്നത്. ബിക്കോസ് ഒരുപാട് ഏജ് ഗ്രൂപ്പ്സിലത്തെ കണ്ടസ്റ്റൻസ് വരുന്നുണ്ട്. അതായത് കൊച്ചുകുട്ടികൾ തൊട്ട് 60 വയസ്സ് കഴിഞ്ഞവർ വരെ ഇതിൽ വന്ന് മത്സരിക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ പ്ലാറ്റ്ഫോം ഇന്ത്യൻ മ്യൂസിക് ലീഗ്. ഇപ്പോൾ ഞങ്ങൾ ഷോ ഇതിനകം കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് 14 ജില്ലകൾക്ക് 14 ക്യാപ്റ്റന്മാരാണ്. അതിൽ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ക്യാപ്റ്റനാണ് ഞാൻ. ആൻഡ് നമുക്ക് ഈ ഷോവിൽ തന്നിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞത് വളരെ ഹ്യൂജാണ്. ആക്ച്വലി ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി ടു മേക്ക് യുവർ ഡിസ്ട്രിക്ട് വിൻ. ആൻഡ് ഒരു പക്ഷേ ലോകത്ത് ഒരു ഷോയിലും കൊടുക്കാത്ത അത്ര വലിയൊരു പ്രൈസ് മണിയും അത്ര നോബിളായിട്ടുള്ളൊരു കോസിനും വേണ്ടിയിട്ടാണ് ഈ ഷോ നിലകൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ റിവീൽ ചെയ്യുന്നേ ഉള്ളൂ. ബിക്കോസ് അത്രയും വലിയൊരു സർപ്രൈസാണ്, ഒരു ഷോക്കിംഗ് സർപ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ലാതെ ഒരുപാട് കാര്യങ്ങൾ ഈ ഷോയെക്കുറിച്ച് പറയാനുണ്ട്. വിൽ ജസ്റ്റ് ഡിസ്കസ് ഇറ്റ് ഓൺ കോഴ്സ്. ബിക്കോസ് ഒരു എപ്പിസോഡ് പോരാ സത്യം പറയുകയാണെങ്കിൽ. ശരിക്കും പറയാൻ ഒരു ടെൻഷൻ ഉണ്ടോ? തൃശ്ശൂർക്കാർ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. എങ്ങാനും ഒരുപാട് നല്ല പ്രകടനം കാഴ്ചവെക്കാണ്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തോ ട്രഗഡിയെ നീ കാണിച്ചേ എന്ന് ചോദിക്കും. അതെ, അതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ബിക്കോസ് അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ബിക്കോസ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാളല്ല അതിൽ സമ്മാനം കൊണ്ടുപോകുന്നത് ഈ പ്രോഗ്രാമിൽ. ഇത് ഒരുപാട് പേർക്കായിട്ടാണ് ഇതിൻ്റെ സമ്മാനം കാത്തിരിക്കുന്നത്. അത് മാത്രമല്ലാതെ ഒരു ജില്ല മുഴുവൻ താങ്കളെ ഉറ്റുനോക്കുകയാണ്. ആസ് എ ക്യാപ്റ്റൻ വാട്ട് ആർ യു ഡൂയിങ് നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ക്യാപ്റ്റന്മാർ തമ്മിൽ പരസ്പരം പറയുന്ന കാര്യം, മിക്കവാറും ഈ പരിപാടിയുടെ അവസാനത്തിൽ ഇത് കേരള നിയമസഭയെ വെല്ലുന്ന ഒരു ഗാലറി ആയിട്ട് മാറും ക്യാപ്റ്റന്മാരുടെ അത്രയും കോമ്പറ്റീഷനാണ്. ഇറ്റ്സ് എ ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ, ബട്ട് സ്റ്റിൽ വാശി എല്ലാവർക്കും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അവരവരുടെ ജില്ലയെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. ആൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സിനിമാ സംഗീതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗീത പരിപാടിയായിട്ട് മാറില്ല. ബിക്കോസ് അത്രയും ഒരു വേൾഡ് മ്യൂസിക് വരെ പോസിബിലിറ്റി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉള്ള ഒരു ഷോ ആണ്. ഏറെ പ്രതീക്ഷയോടെ ഞങ്ങളെല്ലാവരും ഇതിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. ബിക്കോസ് അത്രയും വലിയൊരു മാഗ്നിറ്റ്യൂഡിൽ കൂടിയാണ് ഈ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. എൻ്റെ റിസൾട്ട് സർവേഷൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചാനലിനും അതിൻ്റെ റൈറ്റ് റിസൾട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് അത്രമാത്രം ഹാർഡ് വർക്ക് ആൻഡ് എഫേർട്ട് ഇസ് ബിഹൈൻഡ് ദറ്റ് ഷോ. തീർച്ചയായിട്ടും തൃശ്ശൂരിൽ നിന്ന് വരുന്ന ആളാണ്, തൃശ്ശൂരിൻ്റെ ക്യാപ്റ്റനാണ്. തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക നഗരം, അത് എത്രമാത്രം സ്വന്തം ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും?
whatever I am is because of the culture of Thrissur. Because പൊതുവേ വളരെ ഒരു ശാന്തമായൊരു പ്രദേശം തന്നെയാണ് തൃശ്ശൂർ, ടു ബി വെരി ക്ലിയർ. അവിടെ എന്താണെന്ന് വെച്ചാൽ എന്തിനേയും ലാളിത്യത്തോടെ സി ദ ബെസ്റ്റ് ലെസൺ വിച്ച് യു ക്യാൻ ലേൺ ഫ്രം എ തൃശ്ശൂർ പേഴ്സൺ, അല്ലെങ്കിൽ തൃശ്ശൂർ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തെ എങ്ങനെ ലളിതമായി കാണാം അല്ലെങ്കിൽ സരസമായി കാണാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് തൃശ്ശൂർക്കാർ. അതെ അതെ, എന്ത് വേണമെങ്കിൽ ചോദിക്കുക. അതുകൊണ്ട് നമ്മൾ തന്നെ റിലാക്സ്ഡ് ആണ്. മറ്റേ പൊതുവേ കുറച്ച് ടെൻഷൻ ഫ്രീ ആണ് ആളുകൾ, ബലം പിടിച്ച് സംസാരിക്കുന്ന ഭയങ്കര റിലാക്സ്ഡ് ആണ്. പിന്നെ ഒരു ചെറിയ ചലഞ്ച് ഉള്ളത് തൃശ്ശൂർ അങ്ങനെ പെട്ടെന്ന് ഒരാൾ അംഗീകരിക്കില്ല, കുഴപ്പമുണ്ട്. ഇപ്പോൾ ഒരു കമ്പാരിസൺ ഒക്കെ പറയുകയാണെങ്കിൽ പാലക്കാട് നമ്മൾ ചെല്ലും തോറും കുറച്ചുകൂടി ഇന്നസെൻ്റ് ആണ് ആൾക്കാർ, ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവർ നമ്മളെ സ്നേഹിച്ച് കളയും. തൃശ്ശൂർക്കാർ ഒരു മാർക്ക് ഇടും എല്ലാത്തിനും, എന്നിട്ട് സ്നേഹിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുള്ളൂ. പക്ഷേ ദി ആർ ഈവൺ മോർ ലൈറ്റ് ഹാർട്ടഡ്. അതുകൊണ്ട് അതിൻ്റെ ഒരു വലിയ ഇൻസ്പിറേഷൻസ് ഉണ്ട് ലൈഫിൽ. ഞാൻ തൃശ്ശൂർ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് വഴി ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മൾ അവിടെ കൊണ്ടുവന്നാക്കി കളയും. അതെ അതെ, അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡൈവേഴ്സിറ്റീസ് ഉള്ള നാടാണ് തൃശ്ശൂർ. ഹാപ്പി ടു ബി എ തൃശ്ശൂർ ഗഡി. തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ട് ഏത് പാട്ടാണ് ഇപ്പോൾ നമ്മൾ പാടാൻ പോകുന്നത്? പുറങ്ങടെ പൂരമുള്ളൊരു നാട് നമ്മുടെ നാട്, ഓണത്തിന് പുലിയിറങ്ങണൊരൂര് നമ്മുടെ ഊര്. ഇപ്പറഞ്ഞ നാടിനു കരയേഴുമുത്തുക്ക് പേര്, കാണണമെങ്കിൽ കാണണം ഗഡി തൃശ്ശിവപേരൂര്. നാടിനൊത്ത നടുവില് പച്ചക്കൊട പിടിക്കണ കാട്, വട്ടത്തില് കൂടുവാനവിടവുമുണ്ടൊരുപാട്. തേക്കിൻ കാടെന്ന് പറഞ്ഞു പോരണ പേര്, കൂടണമെങ്കിൽ കൂടണം ഗഡി തൃശ്ശിവപേരൂര്. തീർച്ചയായിട്ടും തൃശ്ശൂർക്കാരൊക്കെ ഇവിടെ ഗഡിയുണ്ടാവൻ. അതെ, ബിജിപാലാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. ബിജിപാലാണ് ഈ പാട്ടിൻ്റെ സംഗീതം, സന്തോഷ് വർമ്മ ഗാനരചന, ഓഫ്കോഴ്സ് ജയേട്ടൻ പാടിയ പാട്ട്. ബിജി ചേട്ടനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, വളരെ നല്ല ഒരു ഹ്യൂമൻ ബീങ് ആണ് അദ്ദേഹം. ഒരു പക്ഷേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള കലാകാരന്മാരിൽ വെച്ച് ഏറ്റവും വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്, ഏറ്റവും ആത്മാർത്ഥതയുള്ള ജെനുവിൻ ആണ്, നോ ഷോ ഓഫ്സ്, ഒന്നാമത്തെ കാര്യം. പിന്നെ അദ്ദേഹം വളരെ ക്ലിയർ ആണ്, വാട്ട് ഹി വാണ്ട്സ് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. എനിക്കും അദ്ദേഹത്തിന് ഒരു പാട്ട് പാടാൻ പറ്റിയിട്ടുണ്ട്, ഡാ തടിയ എന്ന് പറഞ്ഞ സിനിമയിൽ. അതിൽ ശേഖറും ശ്രീനാഥ് വാസിയും ചേർന്ന് ഒരു ഇലക്ഷൻ ക്യാമ്പയിൻ വരുന്ന ഒരു പാട്ട്. മാവേലി നീ വേണം നിന്മണ്ണാകെ നിണം മാക്കാനാടുന്നൊരിയങ്കണം, മാവേലി നീ വേണം നിന്മണ്ണാകെ നിണം മാക്കാനാടുന്നൊരിയങ്കണം. ഇതായിരുന്നു ബിജി ബാലിന് വേണ്ടി പാടിയ പാട്ട്. വളരെ ഈസി ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്, നമ്മൾ ചെല്ലാം പാടാം, എൻജോയ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ സോങ്. അത്രയും ഒരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആണ് ബിജി ബാലിന് പാടുന്നത്. ആ സിനിമയിൽ ആ പാട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആൽബം ചെയ്യുന്ന പോലെയാണ്, ഒരു ഇലക്ഷന് ചെയ്യുന്ന ഒരു ആൽബം പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. നമ്മളും ഒരു ആൽബത്തിന്റെ പേരിൽ ഒരുപാട് അറിയപ്പെട്ട ആളാണ്, അതും ഇത്രയും നല്ലൊരു പയ്യൻ കുരുത്തം കെട്ടവൻ എന്ന ആൽബം ചെയ്ത്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ദി കമ്പോസർ ഹരിപ്രസാദ്. അദ്ദേഹം തന്നെയാണ് അത് എഴുതി സംഗീതം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ദുബായിലൊരു വലിയ ഫേമിൽ ഹീസ് മീഡിയ ഹെഡാണ് സ്ഥാപനത്തിൻ്റെ. അപ്പോൾ ഹരി എൻ്റെ നാട്ടുകാരനാണ്, തൃക്കൂർ എന്ന് പറഞ്ഞ ഗ്രാമമാണ് എൻ്റെ സ്വദേശം, തൃശ്ശൂർ ജില്ലയിൽ. അപ്പോൾ തൃക്കൂറുകാരനാണ് ഹരി. ഒരു ദിവസം ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വെക്കേഷൻ ഇൻ ദ സെൻസ് ലീവിന് നാട്ടിൽ വന്നപ്പോൾ അദ്ദേഹം എന്നെ കേൾപ്പിച്ചു, ചേട്ടാ ഞാനിങ്ങനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യം ചോദിച്ചു. പിന്നെ കേട്ടപ്പോൾ ഭയങ്കര ഒരു ക്യാച്ചി വേർഡ്, ബിക്കോസ് നമുക്ക് ഒരു പാട്ട് കേട്ടറിയാലോ വെദർ ഇറ്റ് വിൽ ബി ഹിറ്റ് ഓർ നോട്ട് എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടും. കുരുത്തം കെട്ടവൻ, അതിലാ അതിൻ്റെ മീറ്റർ വാസ് വെരി നൈസ്. പണ്ടങ്ങാണ്ട് പഠിക്കാൻ വിട്ടപ്പം മനക്കലമാവിനെ കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ. പിന്നീട് ക്ലാസ്സിൽ ചെന്നപ്പം മാഷുടെ പിന്നിൽ പൊടിവാരിയിട്ടപ്പോ തുരുദൂരെ ചൊറിഞ്ഞപ്പോ കൈകൊട്ടിച്ചിരിച്ചിട്ട് കൂട്ടം കൂടിയിട്ട് കല്ലെറിഞ്ഞില്ലേ കുരുത്തം കെട്ടവൻ.
കാലം കുറെ കഴിഞ്ഞതല്ലേ, കോളേജിൽ പോണതല്ലേ, ബസ് സ്റ്റോപ്പിൽ കണ്ടുമുട്ടിയ റോസിക്കുട്ടി സലാം സലാം. റോസിക്കുട്ടി ചിരിച്ചു ചേട്ടാ, മനമാകെ കൊടുത്തു കേട്ടാ. എന്നാലും 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 നീ കുരുത്തം കെട്ടവൻ, കുരുത്തം കെട്ടവൻ. ഇതായിരുന്നു കുരുത്തം കെട്ടവൻ്റെ ലിറിക്സ് ആൻഡ് ട്യൂൺ. ഇതിന് ഏറ്റവും വലിയ താങ്ക്സ് എനിക്ക് പറയാനുള്ളത് ഓഫ് കോഴ്സ് ദ ഡയറക്ടർ ഫേവർ ഫ്രാൻസിസ്. അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ് വലിയൊരു ഡിഫറെൻറ്റ് വിഷ്വൽസ് ആയിരുന്നു. അതുകൂടാതെ ഇതിൻ്റെ ഈ പാട്ടിൻ്റെ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഫ്രം ഡേ വൺ നമുക്കൊരു ഹിറ്റ് കിട്ടും എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഞാനും ഹരിയും തന്നെയാണ് അതിൻ്റെ റൈറ്റ് ഫ്രം സ്ക്രാച്ച് ടിൽ ദ എൻഡ് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഡയറക്ടറെ നമ്മൾ ഫിക്സ് ചെയ്യുന്നു, ബാക്കി എല്ലാം വി വർ ലുക്കിംഗ് ഔട്ട് ഫോർ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഇതിൻ്റെ സ്റ്റാർ കാസ്റ്റ് ഫസ്റ്റ് വന്നത് സുരാജ് ഏട്ടൻ തന്നെയാണ്, സുരാജ് വെഞ്ഞാറമൂടും. ഓഫ് കോഴ്സ് നായിക ആരാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. റോസിക്കുട്ടി എന്ന ക്യാരക്ടർ ചെയ്യാൻ ആരെ ഏറ്റവും ആപ്റ്റായിരിക്കുന്നുള്ള തോട്ട്. അപ്പോഴാണ് രഞ്ജിനിയുടെ മുഖം പെട്ടെന്ന് മനസ്സിൽ തെളിഞ്ഞു വന്നത്. അപ്പോൾ രഞ്ജിനിയെ വിളിച്ചു. രഞ്ജിനി ഇങ്ങനെ ഒരു തോട്ടുണ്ട്, അപ്പോൾ ഐ വാണ്ട് ടു മീറ്റ് യു ഇൻ പേഴ്സൺ. എന്നിട്ട് രഞ്ജിനിയോട് പറഞ്ഞപ്പോൾ ഷീ അഗ്രീഡ് ഇൻസ്റ്റൻ്റ്ലി. ഐ എം സോ താങ്ക്ഫുൾ ടു ഹെർ ബിക്കോസ് രഞ്ജിനി വന്നതും കൊണ്ട് കൂടിയാണ് അത് വ്യത്യസ്തമാവുന്നത്. സുരാജേട്ടനും രഞ്ജിനിയുടെയും ഒരു കോമ്പിനേഷനാണ് ഈ ആൽബത്തിനെ ഏറ്റവും ഡിഫറെൻ്റ് ആക്കിയത്. ആൻഡ് ഇത് ഒരുപക്ഷെ ഒരുപാട് കാലശേഷം മലയാളത്തിൽ കുറച്ച് റവന്യൂ ഉണ്ടാക്കിയ ഒരു ആൽബം കൂടിയാണ്. ഞങ്ങൾക്ക് ഫിനാൻഷ്യലി കുറച്ച് പ്രോഫിറ്റും ഈ ആൽബം ഉണ്ടാക്കി തന്നു എന്നുള്ളത് വളരെ വലിയൊരു സത്യമാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് കേട്ട് കഴിയുമ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഈ ടൈപ്പ് ഒരു പാട്ടൊക്കെ പിടിച്ചിറങ്ങിയേക്കാം, ചിലപ്പോൾ ഇൻ്റർനെറ്റിൽ വൈറലായി കഴിഞ്ഞാൽ. അതെ അതെ അതെ. ഇതിന് വേറൊരു കാര്യമുണ്ട് മാത്തുക്കുട്ടി, അതായത് അതിനുശേഷം ആൽബം എന്തുകൊണ്ട് ഇറക്കിയില്ല എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വി ജെന്യുവൻലി വാണ്ടഡ് ടു ഡു എ ഡിഫറെൻറ്റ് തോട്ട്. നല്ല വ്യത്യസ്തമായ ഒരു ആലോചന വരുമ്പോൾ അത് ചെയ്യുന്നതാണ് എപ്പോഴും ആൽബത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് മെലഡി അല്ലെങ്കിൽ പാട്ടിന് സ്ട്രെങ്ത് വേണം, അതോടൊപ്പം ആശയത്തിനും പുതുമ വരുമ്പോഴാണ് ആൽബം ആളുകളിലേക്ക് എത്തുന്നത്. അല്ലാതെ ഞാൻ ചെയ്യാൻ ഒരു ആൽബം എന്ന് പറഞ്ഞ് പുറപ്പെട്ടാൽ അത് പൈസ പോകും. അതെ, അമ്മയുടെ ഭരണിയിൽ എടുത്തിട്ട് ആൽബം ചെയ്യാതിരിക്കുക. അതെ അതെ, എക്സാക്ട്ലി. അപ്പോൾ ആൽബം എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അത്രയും നമ്മുടെ തോട്ട് ഒരു സിനിമയ്ക്ക് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു, അത്രയും ലെങ്ത് ഇല്ലെങ്കിൽ കൂടിയും ആൽബം ഡിഫറെൻ്റ് ആവണമെങ്കിൽ അത്രത്തോളം ക്രിയേറ്റിവിറ്റി അതിനും വേണം. ദെൻ വെഞ്ചർ ഇൻ ടു യുവർ ട്രാക്ക്. അതാണ് ഭയങ്കര രസമുള്ള വരികളൊക്കെയാണ്. ഏതെങ്കിലും വരി സ്വന്തം അനുഭവത്തിൽ നിന്ന് എടുത്തിരുന്നതാണ്? ജീവിതം മൊത്തം അനുഭവമല്ലേ, അതുകൊണ്ട് പാടുമ്പോഴും ഭയങ്കര ആത്മാർത്ഥതയായിരുന്നു. അനൂപിന്റെ പാട്ടുകൾ നമ്മളിങ്ങനെ കുടുംബസമേതം കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ ഇനി സകുടുംബം വരുന്നു. നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 4 ബോസസ് ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നമ്മൾ ഡയറക്റ്റ്ലി റിപ്പോർട്ട് ചെയ്യുന്ന ബോസ്, 2 പേര് നമ്മളെ കൂടെ എപ്പോഴും നമുക്കൊരു കൺസോളേഷൻ തരാനും നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള 2 ബോസസ്. 4 ബോസസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എത്രയും കൺഫ്യൂഷനായിരിക്കും. അതേപോലെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പേരൻസും ഗ്രാൻഡ് പേരൻസും ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് വരുന്ന കൺഫ്യൂഷന്. ഗ്രാൻഡ് പേരൻറ്റിങ്ങിന് കുട്ടികളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു സ്ഥാനമുണ്ട്. കാരണം നമുക്ക് 2 സെറ്റ് ഓഫ് ഗ്രാൻഡ് പേരൻസേ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ നമുക്ക് 1 സെറ്റ് ഓഫ് പേരൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഗ്രാൻഡ് പേരൻസ് അവരെ പേരൻറ്റിങ് റൂൾസ് ഇവിടെ വീട്ടിൽ വരുമ്പോൾ 2 സെറ്റ് ഓഫ് പേരൻറ്റിങ് റൂൾസ് എന്ന് വെച്ചാൽ 4 പേരൻറ്റിങ് റൂൾസാണ് ഒരു വീട്ടിൽ വരുന്നത്. 4 തരം പേരൻറ്റിങ് ആണ് വരുന്നത്. കുട്ടികൾക്ക് വളരെയധികം കൺഫ്യൂഷൻ വരുന്നുണ്ട്. കാരണം ഒരു പേരൻറ്റ് എന്തെങ്കിലും കാര്യത്തിൽ ഡിസിപ്ലിൻ ചെയ്യാൻ നോക്കുമ്പോൾ ഗ്രാൻഡ് പേരൻസ് അവരെ പേരൻറ്റിങ് എല്ലാം കഴിഞ്ഞിട്ട് ഗ്രാൻഡ് പേരൻസ് ആകുമ്പോൾ വളരെ സോഫ്റ്റ് നേച്ചർഡ് ആയിരിക്കും. കുട്ടികൾ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. മിക്ക വീട്ടിലും കേൾക്കുന്ന എന്താണ്, ഗ്രാൻഡ് പേരൻസിന് കുട്ടികളെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കാൻ പാടില്ല, കുട്ടികൾക്ക് അറിയുന്ന ഗ്രാൻഡ് പേരൻസ് കേൾക്കാൻ പാടില്ല, എപ്പോഴും കുട്ടികൾ ഹാപ്പിയായി നടക്കണം. പക്ഷെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഒരിക്കലും എപ്പോഴും ഹാപ്പിയായി നടക്കാൻ പറ്റില്ല. പേരൻസിന് ഡിസിപ്ലിൻ ചെയ്യേണ്ട ചില സിറ്റുവേഷനിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ അവർ പേരൻറ്റിങ് ചെയ്യുമ്പോൾ കുട്ടികൾക്കറിയാം ഗ്രാൻഡ് പേരൻസ് വളരെ സോഫ്റ്റ് ആണ്, അങ്ങോട്ട് ഓടിപ്പോയി അവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യും. അവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഗ്രാൻഡ് പേരൻസ് തിരിച്ച് വന്ന് പേരൻസിനെ വഴക്ക് പറയും. പേരൻസിന് വഴക്ക് പറയുമ്പോൾ കുട്ടികൾക്ക് പേരൻസിനോടുള്ള റെസ്പെക്റ്റ് കുറഞ്ഞു പോവാണ്. കാരണം പേരൻസിൻ്റെ മേലെയാണ് ഗ്രാൻഡ് പേരൻസ്, ആൻഡ് ഗ്രാൻഡ് പേരൻസ് ആർ സോഫ്റ്റ്. അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് ഗ്രാൻഡ് പേരൻസിനോട് സോഫ്റ്റ് കോർണർ ഉണ്ടാവും. എൻ്റെ അച്ഛനെന്നെ വഴക്ക് പറയുമ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് മദറിനോട് പോയി പറയും. അപ്പോൾ എൻ്റെ അച്ഛനെ വഴക്ക് പറയും. പേരക്കുട്ടികളെ എനിക്ക് അടിക്കണത്
കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അടിക്കാനൊക്കെ വരുമ്പോൾ പിടിച്ച് മാറ്റും അച്ഛനെ അമ്മേനൊക്കെ. അവരുടെ വഴക്കും പറയും. ആ കഥകൾ പറയാറുണ്ട്. ഏറ്റവും ഡെലിക്കേറ്റ് സിറ്റുവേഷൻ വരുന്നത് ഡോട്ടർ ഇൻ ലോയും ഇൻലോസും തമ്മിൽ പേരൻറ്റിങ്ങിൻ്റെ ഒരു ക്ലാഷ് വരുന്നുണ്ട്. വളരെ വളരെ ഡിഫിക്കൾട്ട് ഒരു ഡൈനാമിക് റിലേഷൻഷിപ്പാണ് ഡോട്ടർ ഇൻ ലോ മദർ ഇൻ ലോ. ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ട്, നമുക്ക് സീരിയൽസിൽ കാണുന്നുണ്ട്, ടി വിയിൽ കാണുന്നുണ്ട്, പലതരത്തിലും കാണുന്നൊരു ഡെലിക്കേറ്റ് സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഇൻറ്റേർണൽ പല സമയത്ത് ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടാവും. കാരണം ഗ്രാൻഡ് പേരൻസ് എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ പേരൻറ്റ് വളരെ നന്നായി, ഞാൻ നന്നായിട്ട് എൻ്റെ കുട്ടികളെ വളർത്തി, അപ്പം ഇതേപോലെ ഞാൻ ഗ്രാൻഡ് പേരൻറ്റ് ചെയ്യും. എൻ്റെ മക്കളല്ലേ, അപ്പം മരുമോളൊക്കെ ഒന്ന് ഒച്ച കൊടുക്കുമ്പോഴും വീഴുമ്പോഴൊക്കെ നമ്മൾ ഒച്ച കൊടുക്കും, നിങ്ങളെന്താ നോക്കാത്തത്, നമ്മൾ മക്കളെ നോക്കിയ നമ്മൾ 4 മക്കളെ നോക്കിയതല്ലേ, അതേപോലെ നിങ്ങൾ നിങ്ങളെ മക്കളെ നോക്കണ്ടേ. ഞാൻ വർക്ക് ചെയ്യണുണ്ടല്ലോ, അപ്പോൾ എപ്പോഴും കുട്ടി 2 o'clock ഒക്കെ ആകുമ്പോൾ വീട്ടിലെത്തും. അപ്പോൾ മമ്മി വന്നാണ് ഇവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാറ്. അതുകൊണ്ട് മമ്മിക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ട് മോൻ്റെ കാര്യങ്ങളിൽ. ഗ്രാൻഡ് പേരൻസ് എപ്പോഴും കുട്ടികളുടെ ലൈഫിൽ നല്ല ഗ്രാൻഡ് പേരൻസ് ആയിട്ട് നിൽക്കുക. പേരൻറ്റിങ് പേരൻസിന് വിട്ടുകൊടുക്കുക. അപ്പോൾ 2 സൈഡിലും 2 കുട്ടികൾക്ക് ഗ്രാൻഡ് പേരൻറ്റിങ് കിട്ടും, പേരൻറ്റിങ് കിട്ടും. ഗ്രാൻഡ് പേരൻസിന് റോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് കുട്ടികൾക്ക് 4 പേരൻറ്റിങ് റോളായിരിക്കും ഗ്രാൻഡ് പേരൻസ്. സോ ഒരു ന്യൂക്ലിയർ ഫാമിലിയിൽ ഇപ്പോൾ പല ന്യൂക്ലിയർ ഫാമിലീസ് വീണ്ടും ജോയിൻറ്റ് ഫാമിലിയാണ്. ബിക്കോസ് 2 പേരൻസിനും വർക്ക് ചെയ്യണമെങ്കിൽ കുട്ടികളെ വളരെ സേഫായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ ആരെക്കാട്ടും എത്ര നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഗ്രാൻഡ് പേരൻസ് ഉള്ളു. അപ്പം കുറേ ന്യൂക്ലിയർ ഫാമിലീസ് വീണ്ടും ഇപ്പം ജോയിൻറ്റ് ഫാമിലി ആയിട്ട് വരുന്നത്. അവിടെ ഗ്രാൻഡ് പേരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഗ്രാൻഡ് പേരൻസിൻ്റെ റോൾസ് എടുക്കുക. ആസ് ഗ്രാൻഡ് പേരൻസ് പേരൻറ്റിങ് ഡിസിപ്ലിനും പേരൻറ്റിങ് റൂൾസും പേരൻറ്റിങ് രീതികളൊക്കെ പേരൻസ് ഉണ്ടാക്കട്ടെ. അത് ഗ്രാൻഡ് പേരൻസ് ഫോളോ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു ഫേവററ്റിസം വരും. കുട്ടികൾക്ക് എന്തായാലും ഗ്രാൻഡ് പേരൻസിനോടൊരു ഇഷ്ടം, കാരണം അവർ സ്ട്രിക്റ്റ് അല്ല. അപ്പോൾ പേരൻസ് സ്ട്രിക്റ്റ് ആകുമ്പം അറിയാതെ തന്നെ ഗ്രാൻഡ് പേരൻസ് കുട്ടികൾക്ക് ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഇൻ പേരൻസ് ചിലപ്പം ഡെവലപ്പ് ചെയ്തു പോകും. അത് ഗ്രാൻഡ് പേരൻസ് മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കില്ല, പക്ഷെ അവർ സോഫ്റ്റ് ആയതുകൊണ്ട്, അവർ ഡിസിപ്ലിൻ ചെയ്യാത്തതുകൊണ്ട്, അവർ വഴക്കോ ഒന്നും പറയാത്തത് കൊണ്ട് കുട്ടികൾ പലപ്പോഴും ഗ്രാൻഡ് പേരൻസിനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഓവർ പേരൻസ്. പേരൻസിന് ഇഷ്ടമല്ല എന്നല്ല, പ്രിഫർ ചെയ്യുന്നത്. എന്ത് കാര്യം ഓടിച്ചെന്ന് പറയും. ഒരിക്കലും ഗ്രാൻഡ് പേരൻസ് കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് പേരൻസിനെ വഴക്ക് പറയരുത്. എന്തെങ്കിലും പറയാണ്ടെങ്കിൽ കുട്ടികൾ മാറി നിന്നിട്ട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ എല്ലാവരും ചെയ്യേണ്ടതെന്ന്, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാം പേരൻസിൻ്റെ മുമ്പിൽ വെച്ചാൽ. ഇതേപോലെ തന്നെ പേരൻസും എപ്പോഴും ഗ്രാൻഡ് പേരൻസിന് ഒരു റെസ്പെക്റ്റ്ഫുൾ റോളിലായിരിക്കും കാണുന്നത്. ഒരിക്കലും ഗ്രാൻഡ് പേരൻസ് ഓൾഡായി അവർക്കിപ്പോൾ ഒന്നും അറിയില്ല, അവരുടെ രീതികളൊക്കെ പഴഞ്ചനാണ്, അവർ പറഞ്ഞ് കേൾക്കണ്ട, ഞാനാണ് പേരൻറ്റ്, ഞാൻ മാത്രം പറഞ്ഞ് കേട്ടാൽ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ വീണ്ടും കുട്ടികൾക്ക് ഗ്രാൻഡ് പേരൻസിനോടുള്ള റെസ്പെക്റ്റ് പോകണം. ഈ ഒരു ബാലൻസ് ഗ്രാൻഡ് പേരൻസും പേരൻസും ഒരുമിച്ച് വർക്ക് ചെയ്യാനേ പറ്റുള്ളൂ. ആൻഡ് പലപ്പോഴും ഇതിനകത്ത് സഫർ ചെയ്യുന്നത് ഡോട്ടേഴ്സ് ഇൻ ലോ ആണ്. കാരണം സൺസ് പുറത്ത് മിക്ക സൺസും പുറത്ത് വർക്കിന് പോയിരിക്കും. ഈ ഒരു ഡൈനാമിക്സിൽ സഫർ ചെയ്യുന്ന ഡോട്ടർ ഇൻ ലോ കാരണം ഗ്രാൻഡ് പേരൻസിന് മുമ്പിൽ വെച്ചിട്ട് ഗ്രാൻഡ് ചിൽഡ്രൻ ഒന്നും പറയാൻ പറ്റില്ല. അറ്റ് ദ സെയിം ടൈം ഗ്രാൻഡ് പേരൻസ് ചിലപ്പം വളരെയധികം സ്നേഹിച്ച് വഷളാക്കി വളർത്തുമ്പോൾ അവിടെ കുട്ടികൾ ചിലപ്പം ചീത്തയായി പോകുന്നുണ്ടാവും. ഇതെന്ന് വെച്ചാൽ ബിഹേവിയർ വൈസ് അവിടെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. ഇത് പോയിട്ട് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡ് തെറ്റിദ്ധരിക്കും ദാറ്റ് എൻ്റെ പേരൻസിനെ കുറ്റപ്പെടുത്തണം. ഇത് വളരെ നല്ല ബാലൻസിനെ കൊണ്ടാണ് 2 പേരും വിചാരിക്കണം. ഗ്രാൻഡ് പേരൻസ് ആൻഡ് പേരൻസ് വിചാരിക്കണം. 2 പേരും റെസ്പെക്റ്റ്ഫുള്ളി അവരുടെ റോളിൽ പെർഫോം ചെയ്യുക. ഗ്രാൻഡ് പേരൻസ് കുട്ടികളെ നോക്കുക, പക്ഷേ പേരൻസിൻ്റെ റോളിൽ അവരുടെ കൂടെ കളിക്കുക. കാരണം പല ഗ്രാൻഡ് പേരൻസ് ഇപ്പോൾ ഫ്രീ ആയിരിക്കും, അപ്പോൾ അവരുടെ കൂടെ കളിക്കുക, അവരെ സെക്യൂരിറ്റി ആയിട്ട് നോക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, പഠിക്കാൻ ഹെൽപ്പ് ചെയ്യുക. ഇത്രയും റോൾസ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ല ഗ്രാൻഡ് പേരൻറ്റ് റോൾ അവിടെ വരും. സോ വളരെ ഹെൽത്തി റിലേഷൻഷിപ്പ് ഒരു വീട്ടിൽ വേണമെങ്കിൽ, വിത്തൗട്ട് ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് വേണമെങ്കിൽ ഗ്രാൻഡ് പേരൻസ് അവരുടെ റോളിലും പേരൻസ് അവരുടെ റോളിലും എടുക്കുക. അല്ലെങ്കിൽ കുട്ടികൾ 4 പേരൻറ്റിങ്ങിനകത്ത് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇതിൽ ആര് പറഞ്ഞ് കേൾക്കണം, ആര് പറഞ്ഞത് ശരിയാണ്. പേരൻസ് അവരുടെ റൂൾസും ഡിസിപ്ലിൻസും മെയിൻറ്റെയിൻ ചെയ്യുക, ഗ്രാൻഡ് പേരൻസിൻ്റെ റോളിലെടുക്കുക.